ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് റൂം മേക്ക് ഓവറാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഓർഗനൈസർ എടുത്തിട്ട് അതിൻ്റെ സ്ഥലം നോക്കാണ് ഞാൻ. അപ്പോൾ സ്ഥലമെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പേപ്പർ എടുത്തുന്നുണ്ട്. പേപ്പർ എടുത്ത് ഒന്നേ ഉണ്ടായിട്ടു, ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കഴിഞ്ഞിന്. എന്നിട്ട് ഞാനത് ഒട്ടിച്ച്. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒട്ടിച്ചിട്ട് മുറുക്കിയിട്ട് നല്ല പങ്ങല ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റേഴ്സ് ഒട്ടിക്കണം. എൻ്റെ ഇത്രയും പോസ്റ്റേഴ്സാണ് ഉണ്ടത്. അപ്പോൾ ഞാൻ അതിന് ഡബിൾ സൈഡ് ടാപ്പ് മുറിച്ചിട്ട് 2 കഷ്ണാക്കുന്നുണ്ട്. 2 കഷ്ണാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തത് ഇതാണ്. അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നടുവിലാണ് ഒട്ടിക്കുന്നുണ്ടത്. അത് നടുവിലൊട്ടിച്ചിട്ട് ഇനി ഞാൻ രണ്ടാമത്തെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ടാമത്തെ എടുത്തത് ഇതാണ്. അപ്പം രണ്ടാമത്തേൽ ഒട്ടിച്ചിട്ട് ഞാൻ ഫുള്ള് ഒട്ടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റത്തേൻ്റെ പേപ്പർ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് കറക്റ്റ് ഒട്ടിക്കുന്നുണ്ട് മതിലേക്ക് ഒട്ടിച്ചിട്ട് നല്ലപോലെ മുട്ടിച്ചിട്ട് നല്ലപോലെ പറ്റി. അത് നേരമായിട്ട് ആദ്യം നല്ലപോലെ പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ടാപ്പ് എടുത്തുന്നുണ്ട്. ടാപ്പിൻ്റെ പേപ്പർ അത് എടുത്താൻ ഭയങ്കര പണി. അത് വെളുത്തിട്ടായിട്ട് ഞാൻ അതും അവിടെ ഒട്ടിച്ച് നല്ല കരട്ടി ഒട്ടിച്ച്. അമർത്തിയിട്ട് ഒട്ടുന്നില്ല. എന്നിട്ട് ആദ്യം ഞാൻ ഒട്ടിച്ച് അതൊട്ടിച്ചിട്ട് ഞാൻ മൂന്നാമത്തെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഒട്ടിച്ച്. അപ്പോൾ ഇത്രയായി. അത് കഴിഞ്ഞിട്ട് മേശയിലുണ്ട് ഫുള്ള് സാധനം താഴേക്ക് ഇടണം. ഇല്ലെങ്കിൽ പിന്നെ മേശ നേരാക്കാൻ കഴിയും. അത് ഫുള്ള് ഞാൻ താഴെക്കിട്ടിട്ടായിട്ട് A4 ഷീറ്റും പ്രിൻ്റർ പേപ്പറും എല്ലാം താഴെക്കിട്ട് എൻ്റെ ഫേവറേറ്റ് ഡോളും എല്ലാം മേശയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം താഴെ ഇടുന്നുണ്ട്. ഇപ്പോൾ എല്ലാം താഴെയിട്ട് ഒരു പൊടി പോലും വെക്കാണ്ട് ഞാൻ ഫുള്ള് എടുത്തിട്ട് താഴെക്കിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ എടുത്തിട്ട് താഴെക്കിട്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബോക്സാണ് എടുക്കുന്നുണ്ടത്. അതെടുത്തിട്ട് ഞാനൊരു മൂലക്ക് വെച്ച് അത് വെച്ചിട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റാമ്പ്സ് അതെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നേരെ ഓർഗനൈസറായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഞാൻ ലാസ്റ്റത്തെ വെച്ചിട്ടായി. അപ്പോൾ അത് ഓർഗനൈസറായിട്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബീഡ്സ് വെക്കുന്നുണ്ട്. ബീഡ്സ് ഞാൻ മുന്നേ മേങ്ങിയിട്ടുണ്ട്. ഞാൻ അത് വെച്ചിട്ടായിട്ട് ഞാൻ ആക്കിയൊരു ഫ്രെയിം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പച്ച ബൗള് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഗ്ലൂ ഗണ്ണും വെച്ച്. എന്നിട്ട് എൻ്റെ സ്കൂളിലത്തെ പൗച്ചിനാണ് ഗ്ലൂ ഗണ്ണിൻ്റെയൊക്കെ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ടെഡി ഡോള് വെച്ച് അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾക്ക് ഫുള്ള് സെറ്റായി. അത് ഐറ്റായിട്ട് ഞാൻ A4 ഷീറ്റ് നല്ലപോലെ ചുട്ടിയിട്ട് വെക്കുന്നുണ്ട്. നല്ല മുറുക്കിയിട്ട് ചുട്ടുന്നുണ്ട് ഞാൻ. പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ചുരുട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു റിബണും കൂടി കെട്ടുന്നുണ്ട്. ഞാനൊരു പച്ച റിബണാണ് കെട്ടുന്നത്. അതും കൂടി കെട്ടിയിട്ടായിട്ട് അതും ഞാൻ നല്ലപോലെ മുറുക്കിയിട്ട് കെട്ടിയിട്ടായിട്ട് ഞാനതൊരു സൈഡ് വെക്കുന്നുണ്ട്. ഇത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രെയിമാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ ഞാൻ ബാക്കിലത്തെ ടാപ്പ് എടുത്തുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ടാപ്പ് ലാസ്റ്റത്തതും എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൈഡ് ഇത് ഒട്ടിക്കുന്നുണ്ട്. ഈ ടാപ്സ് ഫ്രെയിം അതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്രോഷി ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. ക്രോഷി എടുത്തിട്ട് ഞാൻ വെച്ച്
അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ തന്നെ ആക്കിയൊരു ചെറിയ ജേണൽ ബുക്ക് ഞാൻ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് പഴയ സ്കെച്ചസ്, കളർ പെൻസില്, ക്രയോണ് അതെല്ലാം എടുത്തിട്ട് ഞാൻ ഓർഗനൈസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളെടുത്തിട്ട് ഞാൻ ലാസ്റ്റത്തെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ എടുത്തത് തീരുന്നില്ല. അതെല്ലാം എടുത്തിട്ട് ഞാൻ ഓർഗനൈസറിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പുതിയ സ്കെച്ച് കവറിന് എടുത്തിട്ട് ഓർഗനൈസറിൽ തന്നെ വെച്ച്. ഓർഗനൈസർ കുറച്ച് വലുതായതുകൊണ്ട് അതിൻ്റെ അടിക്ക് പോകുന്നത് കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വെച്ചിട്ട് അടുത്തത് ഞാൻ എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആ കത്രി വെച്ച് വെച്ചിട്ട് നിൽക്കുന്നില്ല. ഞാൻ ആദ്യം വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പശയും ടാപ്പും പെന്നും സ്കെയിലും എല്ലാം വെക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു സ്കെയിലും കൂടി വെച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റിക്കർ ബുക്കും കൂടി ഞാൻ ഇതിൽ വെച്ചു കൊടുത്ത്. അതിൽ ഓർഗനൈസറിലല്ല, ഫസ്റ്റ് പാറ്റേൺ പേപ്പർ വെച്ചു. എന്നിട്ട് ഞാൻ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് ഫുള്ള് അടിച്ചു കൊടുക്കാൻ മാത്രം. പേപ്പറെല്ലാം നിറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അടിയെല്ലാം അടിച്ചു കൊടുക്കാം. കുറേ പേപ്പറും കാർഡ്ബോർഡും എല്ലാം കൂട്ടിച്ചിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റ് ചെയ്താലിൻ്റെ അവസ്ഥയാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡ് അടിക്കുന്നുണ്ട്. അത് ഫുള്ള് അടിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഫുള്ള് പുറത്തേക്കാക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തോളാം. അത് ഞാനൊരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ട് ആദ്യം ഇങ്ങനെ മുമ്പിലോട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. മുമ്പിലോട്ട് കൊണ്ടുപോയി ഞാൻ വേറെ എടുത്തിട്ട് എന്നിട്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് അടിച്ചിട്ട് പുറത്താക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ അടിച്ചിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടായിട്ട് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഇതാണ്. നീ എൻ കനവിൽ മൊഹബത്തിൻ ഗസലായി മൂളുമോ.